കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം തസ്തികയിൽ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ റാങ്ക് പട്ടികയിൽ നിന്ന് നിയമനം നടത്തുന്നത് ഒരാഴ്ചത്തേക്ക് തടഞ്ഞ ഹൈക്കോടതി. കഴകത്തിന് പാരമ്പര്യ അവകാശം ഉന്നയിച്ച് ഇരിങ്ങാലക്കുട തെക്കേ വാര്യത്ത് ടി.വി. ഹരികൃഷ്ണൻ അടക്കം നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, ജസ്റ്റിസ് പി.വി. ബാലകൃഷ്ണൻ എന്നിവരുൾപ്പെട്ട അവധിക്കാല ബെഞ്ചിന്റെ നടപടി. വിവരങ്ങളുമായി ഷബ്ന സിയാദ് ചേരുന്നുണ്ട്. ഷബ്ന, എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഇത് തടഞ്ഞത്? ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ കഴകം തസ്തികയിൽ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ റാങ്ക് പട്ടികയിൽ നിന്ന് നിയമനം നടത്തുന്നത് ഒരാഴ്ചത്തേക്കാണ് കോടതി തടഞ്ഞിട്ടുള്ളത്. പാരമ്പര്യ അവകാശം ഉന്നയിച്ച് ഇരിങ്ങാലക്കുട തെക്കേ വാര്യത്ത് ടി.വി. ഹരികൃഷ്ണൻ അടക്കം നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ, ജസ്റ്റിസ് പി. ബാലകൃഷ്ണൻ എന്നിവരുൾപ്പെട്ട അവധിക്കാല ബെഞ്ചിന്റെ നടപടി. ഹർജി വീണ്ടും 29-ന് പരിഗണിക്കാനായി കോടതി മാറ്റുകയും ചെയ്തു. ക്ഷേത്രത്തിലെ കഴകക്കാരെ നിശ്ചയിക്കാൻ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് ഏകപക്ഷീയമായ അധികാരമില്ല എന്നായിരുന്നു തന്ത്രി കുടുംബത്തിന്റെ വാദം. ഈ വാദം അംഗീകരിച്ചാണ് കോടതി ഒരാഴ്ചത്തേക്ക് ഈ നിയമനം സ്റ്റേ ചെയ്തിട്ടുള്ളത്. ഈഴവ യുവാവായ ബാലുവിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ പുകഞ്ഞിരുന്നു. ഇതിനിടെയാണ് ഇത്തരം ഒരു നിയമപരമായ നീക്കം നടത്തുകയും കോടതിയിൽ നിന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ ബെഞ്ചിൽ നിന്നും സ്റ്റേ വാങ്ങുകയും ചെയ്തിട്ടുള്ളത്. അമ്പലത്തിലെ പ്രതിഷ്ഠ ദിന ചടങ്ങുകൾ ആരംഭിക്കാനിരിക്കെയാണ് ഇപ്പോൾ ഇത്തരം ഒരു സ്റ്റേ വന്നിട്ടുള്ളത്. ഏതായാലും തൽക്കാലത്തേക്ക് ഈ നിയമനം നടത്താനാവില്ല എന്നതാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന വാർത്തയിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ ഹർജി ഇനി എപ്പോഴാണ് പരിഗണിക്കുക? അഖില, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹർജി 29-ാം തീയതിയാണ് വീണ്ടും പരിഗണനയ്ക്ക് എത്തുക. ഈ ഹർജി പരിഗണനയ്ക്ക് എത്തുന്നത് വരെ ഇതിൽ നിയമനം നടത്താൻ പറ്റില്ല എന്ന് തന്നെയാണ് കോടതിയുടെ ഉത്തരവിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം സ്റ്റേ അനുവദിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലൊരു കൂടൽമാണിക്യ ക്ഷേത്രത്തിന്റെ കഴകം തസ്തികയിൽ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ റാങ്ക് പട്ടികയിൽ നിന്ന് നടത്തുന്ന ഒരാഴ്ചത്തേക്ക് തടഞ്ഞിട്ടുള്ളത്. അതും ഈ കഴകത്തിന് പാരമ്പര്യ അവകാശം ഉന്നയിച്ച്, അതായത് വാര്യർ സമുദായത്തിലുള്ളവർക്ക് മാത്രമേ ഇത്തരത്തിൽ കഴകം ജോലി ചെയ്യാനാവൂ എന്ന് ഉന്നയിച്ച് ഇരിങ്ങാലക്കുട തെക്കേ വാര്യത്ത് ടി.വി. ഹരികൃഷ്ണൻ അടക്കം നൽകിയിട്ടുള്ള ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. ഷബ്ന സിയാദാണ് ലീഗൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.